DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയവർ നടു റോഡിൽ തമ്മിലടിച്ചു. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയ സംഘമാണ് നടു റോഡിൽ തമ്മിലടിച്ചത്. യുവതി യുവാക്കളുടെ സംഘമാണ് രണ്ട് ചേരിയായി തമ്മിൽ അടിയുണ്ടാക്കിയത്. സഹിൻ ആന്റണി നൽകും വിശദാംശങ്ങൾ. സഹിൻ, കൊച്ചിയിൽ എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഈ ആക്രമണത്തിന്റെ പ്രകോപനം? ഒരു ഇടവേളയ്ക്ക് DJ പാർട്ടികൾ വ്യാപകമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലീസ് വേണ്ട രീതിയിലുള്ള ഒരു പരിശോധന ഇവിടെ ഒന്നും നടത്തുന്നില്ല എന്നുള്ള ഇതിന് തെളിവാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ നടന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. കൊച്ചി കടവന്ത്രയിലെ ഒലിവ് ടൗൺ എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയ രണ്ട് സംഘങ്ങൾ, യുവതി യുവാക്കളുടെ രണ്ട് സംഘങ്ങൾ തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. അരമണിക്കൂറോളം ഇവർ നടു റോഡിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ആ ഭാഗത്തേക്ക് എത്തി നോക്കിയില്ല. DJ പാർട്ടികൾ സാധാരണ 11 മണിയോടുകൂടി അവസാനിപ്പിക്കണം, 10 മണിക്ക് അവസാനിപ്പിച്ച 11 മണിയോടുകൂടി ആളെ ഒഴിപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ പുലർച്ചെ 1 മണിവരെ ഈ സംഘം റോഡിൽ തമ്പടിച്ചിരുന്നു. പിന്നീടായിരുന്നു ഈ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. എന്നാൽ പോലീസ് ഈ ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. മാത്രമല്ല, DJ പാർട്ടികൾ നടക്കുമ്പോൾ പോലീസിന്റെ കർശനമായ പരിശോധന പലയിടങ്ങളിലും വേണ്ടതാണ്. എന്നാൽ പോലീസ് കൃത്യമായ പരിശോധന നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരിടയ്ക്ക് DJ പാർട്ടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിക്കച്ചവടം വ്യാപകമായിരുന്നു കൊച്ചിയിൽ. ഈ സാഹചര്യത്തിൽ പോലീസ് കർശനമായ നിയന്ത്രണങ്ങളും DJ പാർട്ടിക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വീണ്ടും DJ പാർട്ടികൾ വ്യാപകമാകുന്നു. യാതൊരുവിധ പരിശോധനയും നടത്താതെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് അത് വഴിമാറുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൊച്ചി കടവന്ത്രയിലെ ഒലിവ് ടൗണിലായിരുന്നു ഇന്ന് പുലർച്ചെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ശരി, ഇത്തരത്തിൽ ഒലിവ് ഡൗൺ ടൗൺ ഹോട്ടലിന് മുന്നിലാണ് ഇത്തരത്തിൽ നടു റോഡിൽ തമ്മിലടിക്കുന്ന സംഭവം ഉണ്ടായത്. പോലീസ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.